നിങ്ങളൊരു കുരങ്ങനെയും പൂച്ചനെയും ആടിനെയും സിംഹത്തിനെയും പാമ്പിനെയും എടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ ആരാണോ ആദ്യം കയറുന്നത്, അല്ലെങ്കിൽ ഈ മരം കയറി ഇറങ്ങുന്നത് ആരാണോ അവരാണ് ഈ പരീക്ഷയിൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ആബ്സല്യൂട്ട്ലി നോ. വൈ? കാരണം ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. ആടും സിംഹത്തിനൊക്കെ മരം കയറാൻ വയ്ക്കും, സിംഹത്തിന് കുറച്ചൊക്കെ വയ്ക്കുന്നുണ്ടാവും. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. It doesn't matter who you are, it doesn't matter what your skills are, you have to learn these subjects. നിങ്ങളിത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ല എന്നർത്ഥം. ഈ ഒരു അഡ്വൈസ് വരുന്നത് സ്കൂളിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയ ഒരാളൊക്കെ കേട്ടോ. ജെനുവിൻ അഡ്വൈസ്. ഞാൻ 10ാം ക്ലാസ്സിൽ 9 A+ ഒരു Aയും കിട്ടിയ ആളാണ്. +2 97% മാർക്ക് കിട്ടിയ ആളാണ്. ആൻഡ് യു നോ വാട്ട്, അതെന്താണ് എനിക്ക് തന്നത് നിങ്ങൾക്ക് അറിയോ? കാരണം ചെറുപ്പം തൊട്ടേ കേൾക്കണതേ ഫുൾ A+ എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്തോ വലിയ സംഭവമില്ലേ? എന്താ തന്നെ? നത്തിങ്. ഒന്നുമില്ല, ഒരു എസെൻഷ്യൽ സ്കിൽസും ഇല്ല. യാ, ഐ ലേൺ ലാംഗ്വേജ്. മലയാളം പറയാൻ പഠിച്ചു, പിന്നെ കുറച്ച് കണക്ക് കൂട്ടാൻ പഠിച്ചു. പിന്നെ +1 കുറച്ച് അക്കൗണ്ട്സും കാര്യങ്ങളും പഠിച്ചു. ഒരിക്കലും ബിസിനസ് അറിയാത്ത ആൾക്കാർ ബിസിനസ് പഠിപ്പിച്ചു തന്നു. ബിസിനസ് സ്റ്റഡീസ്. ഇതുവരെ ബിസിനസ് ചെയ്തിട്ടില്ല, ടീച്ചർമാരാണ്, പക്ഷേ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്നുണ്ട്. ഗ്രേറ്റ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഹൗ ഇറ്റ്സ് വർക്ക്. നമ്മുടെ സ്കൂളിൽ ഏതൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടാവും? മേ ബി മാത്സിൽ കഴിവുള്ളവരുണ്ടാവും, സയൻസിൽ കഴിവുള്ളവരുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഇവല്യൂഷനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അത്ലീറ്റ്സ് ഉണ്ടാവും. തിയറി ഇത് ഇഷ്ടമല്ല, പക്ഷേ സ്പോർട്സ് മേഖലയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളുണ്ടാവും. പക്ഷെ ഇവരെല്ലാവരെ കൊണ്ടും ഈ ഒരു 10 സബ്ജക്റ്റ് പഠിപ്പിക്കും. എന്നിട്ട് അതിലൊന്നും മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറയാം. അതും പഠിക്കുന്ന രീതി എങ്ങനെയാണ്? ആക്ച്വലി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ക്യാൻ ബി ചലഞ്ചിങ്. കാരണം എല്ലാം ഇഷ്ടപ്പെട്ടതാണെന്നില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടൊരു മേഖലയല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിൽ പലതും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതിൽ ബുദ്ധിമുട്ടുള്ളതും ഉള്ളതൊക്കെ ഉണ്ടാവും. ചലഞ്ചിങ് ആയിട്ടുള്ള ലേണിംഗ് ആണ് എപ്പോഴും നമുക്ക് നല്ലത്. ഓക്കെ, എപ്പോഴും സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നോ, ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷെ സ്കൂളിൽ നടക്കുന്നത് ഒരു മെമ്മറി ടെസ്റ്റാണ്. ദേ ആർ ടീച്ചിങ് സംതിങ്. ആ ടീച്ചിങ് തന്നെ പ്രശ്നമുണ്ട്. കാരണം സ്കൂളത്തെ ഒട്ടുമിക്ക ടീച്ചറും എൻ്റെ ലൈഫിൽ സം വർ ഗുഡ്. ചില ടീച്ചർമാർ നല്ല ടീച്ചർമാരായിരുന്നു, ബട്ട് മോസ്റ്റ് ഓഫ് ദം ദേ ബിലീവ് കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കുട്ടികളുടെ തെറ്റാണ്. നോ, ഇറ്റ്സ് ദ ടീച്ചേഴ്സ് മിസ്റ്റേക്ക്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇഫ് ഐ എം എ ടീച്ചർ, ഐ ബിലീവ് ഞാൻ പഠിപ്പിച്ചത് ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഇറ്റ്സ് നോട്ട് ദ സ്റ്റുഡൻസ് മിസ്റ്റേക്ക്. എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഈഗോ ഉള്ള ഒരുപാട് ഫാറ്റ് ടീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരും. ഐ എം ജസ്റ്റ് വണ്ടറിങ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. ഐ എം ലേണിംഗ് ദാറ്റ് ഫ്രം യൂട്യൂബ് ആൻഡ് ദ ബുക്സ്. യു ക്യാൻ ബൈ ദാറ്റ് ഫ്രം എനിവർ. എനിത്തിങ് ഈസ് ഫ്രീ ഇൻ ദ ഇൻ്റർനെറ്റ്. ബുക്സിൻ്റെ PDF ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടും. ബുക്സ് ആമസോണിനോ നമുക്ക് വാങ്ങാം. നമുക്ക് ഇഷ്ടം പോലെ ബുക്സ്, ഒരുപാട് ഓതേഴ്സ് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബുക്ക്, പോഡ്കാസ്റ്റ്, യൂട്യൂബ് വീഡിയോസ്, ഓഡിയോ ബുക്ക്, എന്തുവാണെങ്കിലും ഇൻഫർമേഷൻ ഈസ് എവരിവെയർ. പക്ഷെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്കൊരു ക്യൂരിയോസിറ്റി, ഒരു എന്തൂസിയാസം വേണ്ടത് പഠിക്കാൻ. ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ആടിനെ പിടിച്ചാണ് മരം കയറിപ്പിക്കുക, അതൊന്നും ശരിയല്ല. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ആർഗ്യൂയിങ് അബൌട്ട് A+ ആൻഡ് വിജയ ശതമാനം. സ്കൂളിൽ നിന്ന് നമുക്കൊരു ബേസിക് സ്കിൽസുകൾ എടുക്കുന്നുണ്ട്, ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജും ബേസിക് മാത്സും സയൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ജീവിതത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നില്ല. ഐ നെവർ ലേൺഡ് ഫ്രം സ്കൂൾ ഹൗ ടു ലേൺ using science, how to use caffeine so that you can boost your focus, how to improve your sleep so you can improve the learning, and നമ്മൾ
നോർമൽ അവൈക്കായി നിൽക്കുമ്പോഴുള്ള ഫങ്ഷൻസും ഇമ്പ്രൂവ് ആവും സ്ലീപ്പ് കൊണ്ട്. ദ ബെനിഫിറ്റ്സ് ഓഫ് ന്യൂട്രിയൻസ് ഡെൻസ് ഫുഡ്സ് പഠിച്ചിട്ടില്ല. ദ ബെനിഫിറ്റ്സ് ഓഫ് വർക്കൗട്ട്സ്, എക്സസൈസ് ചെയ്താൽ ബോഡിക്ക് നല്ലത്, അത്ര അല്ലാതെ അതുകൊണ്ട് എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവും, മൂഡ് ഇമ്പ്രൂവ് ആവും. യു ഹാവ് ടു ബി സ്ട്രോങ്, ഞങ്ങളെ ലിഗമെൻസും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കണം. യു ഹാവ് ടു ബിൽഡ് മസിൽ, നത്തിങ്. മോസ്റ്റ് ഓഫ് ദ ടൈം സ്കൂൾസ് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ചിന്തിക്കണ്ടല്ലോ, എന്തുകൊണ്ട് എന്നെ പഠിപ്പിച്ചെന്നില്ല, എന്തുകൊണ്ട് എന്നുള്ളത്, ആ വൈ, അതവിടെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ആ ബുക്കിൽ എന്താണുള്ളത് അതേപോലെയാണ് ഒരുവിധം. നമ്മളുടെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് മെമ്മറി ടെസ്റ്റ് ബുൾഷിറ്റ്. ഐ ബിലീവ് ഇൻ ദ ഫ്യൂച്ചർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ദേ വിൽ ഇൻട്രൊഡ്യൂസ് തിങ്സ് ലൈക്ക് ദിസ്. ഈ ഒരു സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഇത് ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഫ്രം എക്സ്പീരിയൻസ്, ആൾസോ ഫ്രം ബുക്സ്, ഫ്രം യൂട്യൂബ്. പക്ഷെ ഇതൊന്നും എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ പറയും, ഓരോരുത്തരിങ്ങനെ നല്ലതും പറയും ചീത്തതൊക്കെ പറയുമല്ലോ, തീരെ പഠിക്കണില്ല, പഠിക്കാത്ത കുട്ടിയാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്നും രാത്രി 7 to 9 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ, അതും സ്ലീപ്പിൻ്റെ കാര്യത്തിൽ 4 സംഭവങ്ങളുണ്ട്: ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റെഗുലാരിറ്റി, പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അതായത് 7 to 9 മണിക്കൂർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി സ്ലീപ്പ്, അതായത് ഡീപ്പ് സ്ലീപ്പും റമ്മും നോൺ റമ്മൊക്കെ ഉണ്ട്, അത് നല്ല ആ ക്വാളിറ്റി തന്നെ കിട്ടണം. അതേപോലെ തന്നെ റെഗുലാരിറ്റി ഉണ്ട്, എന്നും ഒരേ ടൈമിൽ തന്നെ പോകണം. ഒരേ ടൈം എന്ന് പറഞ്ഞാൽ വേക്കപ്പ് ചെയ്യണതും അതേപോലെ സ്ലീപ്പ് ചെയ്യുന്ന ടൈമും ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരു 15 മിനിറ്റിൻ്റെ വിൻഡോ മാത്രമേ പാടുള്ളൂ. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതൊന്നും അവിടെ പഠിപ്പിച്ചെന്നില്ല. ബട്ട് ജെനുവൻലി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ടീച്ചർമാരുണ്ടായിരുന്നു. എൻ്റെ സയൻസ് ടീച്ചർ, ബയോളജി ടീച്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇതേപോലത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞുതരും. അതെനിക്കിഷ്ടമായിരുന്നു. ലൈക്ക് ബട്ട് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ലൈക്ക് സ്റ്റഡി ദിസ് ബുക്ക് ആൻഡ് അത് നേരെ എക്സാമിന് കൊണ്ടുപോയി പകർത്തുക, യു ഗെറ്റ് ദ മാർക്ക്. വൈ ദ മാർക്ക്? വാട്ട് ഈസ് ദ യൂസ്? കോളേജിൽ അഡ്മിഷൻ കിട്ടാനോ? എന്നിട്ട് ജോലിക്ക് പോകാനോ? എന്നിട്ട് മരണം വരെ പണിയെടുക്കുക, എന്നിട്ട് ശമ്പളം കിട്ടുക, എന്നിട്ടൊരു കാറും സാധാരണ വീടൊക്കെ വെക്കുക, അതിന് മരിച്ചു പോവുക. ഇത്രേ ഉള്ളൂ. യു ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് എനിത്തിങ്. ഡോണ്ട് യു വാണ്ട് ടു ബി ഗ്രേറ്റ്? യാ, ഫോർ ആവറേജ്, nobody question that. They want to be average. But now, I didn't like the formal education system. Genuinely. If they are teaching this kids, I literally, എന്നോട് ചോദിക്കുകയാണെങ്കിൽ, I lack social skills. And I am working on it. പബ്ലിക് സ്പീക്കിങ്ങോ, നമ്മളെ കോൺഫിഡൻസ് ആൾക്കാരുടെ ഇമ്പ്രൂവ് ചെയ്യണതും. If schools were teaching those, if schools were pushing from our comfort zone, how great it would be. അങ്ങനെ ചെയ്യുന്ന സ്കൂളുകൾ ഉണ്ടാവും. ബട്ട് ഐ നെവർ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്. ക്ലാസ്സിൽ ഏറ്റവും മേ ബി ഞങ്ങൾ പേടിച്ച് നിൽക്കുന്ന ടൈമാണ്. പക്ഷെ നമുക്കൊരു അവസരം തരുന്നുണ്ട്. ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അവസരങ്ങളുണ്ടാവുക. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഈ സ്കൂളിൽ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ, ഒരാൾ പഠിപ്പിക്കുന്നു, ഒരാൾ വന്നാണ് പഠിപ്പിക്കുന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. ഡൗട്ടുകൾ ചോദിക്കാമെന്നല്ലാതെ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അതെല്ലാവരും അതേപോലെ പഠിക്കുക, എന്നിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതുക, അതിന് എത്രത്തോളം പഠിച്ചു എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ശരിക്കും എന്താ ചെയ്യണത്? ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പറയണത് ഇഷ്ടപ്പെടില്ല. ദേ ആർ മേക്കിംഗ് എംപ്ലോയീസ് മെയിൻലി. എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ദേ ആൾവേസ് ആസ്ക് വൈ ദിസ് വൈ. മറ്റേത് എല്ലാം പറയണ കേട്ട്, ബോസ് പറയണ കേട്ട് അതേപോലെ ചെയ്യുന്ന എംപ്ലോയീസിനോട് സൃഷ്ടിക്കുന്നത്. സ്കൂൾ ഫോഴ്സിങ് ടു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ പാടില്ല, മുണ്ടാതെ രാവിലെ മുതൽ വൈകുന്നേരം. ഡു യു തിങ്ക് ഹ്യൂമൻസ് ഷുഡ് ലിവ് ലൈക്ക് ദാറ്റ്? ആരോടും അങ്ങോട്ട് വർത്താനം പറയാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ ലേൺ ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച്
For me, learning is best when I am alone. It's the best. പക്ഷെ അവിടെ നമ്മൾ എല്ലാവരും കൂടിയാണ് ആകെ കലപില. I didn't know, bro. ഞാനും ഒന്നും ചിന്തിക്കണ്ടില്ലായിരുന്നു. There are only few subjects I like. Basically, സയൻസ്, പിന്നെ PT, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി I also listen to languages also. അപ്പോൾ ഞാനിത് മനസ്സിലാക്കിയതാണ്. എനിക്ക് അന്ന് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, യെസ്, ഐ ലൈക്ക് സയൻസ്, ഐ ലൈക്ക് ടു സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ, ഐ ലൈക്ക് ടു സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളെ സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളെ സ്ലീപ്പിനെ കുറിച്ചും നമ്മളെ ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ പഠിക്കണം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ലാംഗ്വേജ് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ലൈക്ക് ദിസ്, ഐ ആം ക്രിയേറ്റിംഗ് ദിസ് വീഡിയോ, ഐ ഹാഡ് ക്രിയേറ്റിവിറ്റി, ഐ ലൈക്ക് സയൻസ്, അങ്ങനെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി എന്നല്ലാതെ ലേണിംഗ് all those 10 subjects for the sake of A+, no use, man. If I go to school again with this knowledge, അല്ലെങ്കിൽ ഞാൻ ഇനിയും സ്കൂൾക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? I will stay average in school. ഒരു മണിക്കൂറോ എന്തെങ്കിലും അന്നെടുത്തതൊന്ന് ജസ്റ്റ് നോക്കും. ആൻഡ് ഐ വിൽ ഫോക്കസ് ഓൺ മൈ ഹെൽത്ത്. ഒരു മണിക്കൂർ ഞാൻ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും. ആൻഡ് ഐ വിൽ ലേൺ സംതിങ് ഐ ലവ് for 1 hour myself. Self-learning is the best. Self-learning, അതന്നെയാണ്. You can learn anything from YouTube or books or podcast, audio books. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ. If you're not learning, that's your problem. Don't rely on schools. പിന്നെ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ കംഫർട്ട് സോണിൽ ഇരിക്കണമായിരിക്കും ഇഷ്ടം. മാസം ഒരു സാലറി ഒക്കെ കിട്ടി ഇങ്ങനെ ഒരു റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകും. എനിക്ക് എന്തായാലും ഒരു പേ ചെയ്യല്ലോ, എനിക്ക് വർക്ക് ചെയ്താൽ മതി 9 രാവിലെ മുതൽ വൈകുന്നേരം വരെ. It's fine. You don't need to question. It's okay. I'm talking for those who have the guts to be great. Bye. See you in the next video.